ശ്രീരാം ജയറാം ജയ ജയറാം. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ രാംലല്ലയാണ്, ഈ മൂർത്തിയെയാണ് നമ്മുടെ അയോധ്യ ക്ഷേത്രത്തിൽ നമ്മൾ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. അപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം പൂർത്തിയാവുകയാണ്. രാംലല്ല പ്രതിമയ്ക്ക് ചുറ്റും കൗതുകമുണർത്തിയിരിക്കുന്നു. 51 ഇഞ്ച് ഉയരമുള്ളതും കറുത്ത കല്ലിൽ നിർമ്മിച്ചതുമായ വിഗ്രഹം നിങ്ങൾക്കറിയാമോ? രാംലല്ലയുടെ സമർപ്പണത്തെ നന്നായി അഭിനന്ദിക്കുവാൻ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ എൻഡ് വരെ എല്ലാവരും കാണണം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽസ് ആളുടെ വീഡിയോ ഉണ്ട്, അത് തീർച്ചയായും കണ്ടിരിക്കണം. ജനുവരി 22-ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ 5 വയസ്സുള്ള രാംലല്ലയുടെ 51 ഇഞ്ച് പ്രതിമ സ്ഥാപിക്കും. അദ്ദേഹം നമ്മുടെ രാംലല്ല ഇരുണ്ട നിറമായിരിക്കും. ഇതിൽ 5 വയസ്സുള്ള കുട്ടിയുടെ രൂപത്തിൽ ശ്രീരാമൻ താമരയിലിരിക്കും. താമരപ്പൂവിനോടൊപ്പം വിഗ്രഹത്തിൻ്റെ ഉയരം 5 അടി ആയിരിക്കും. നിങ്ങളുടെ മനസ്സിൽ വരും, എന്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിൽ രാംലല്ലയെ പ്രതിഷ്ഠിക്കുന്നത്? അയോധ്യയിലെ രാംലല്ല സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാന കാരണം, ലല്ല എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞ്, ഹിന്ദിയിൽ അങ്ങനെ ലല്ല എന്ന് പറയുന്നത്, സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ നഗരം രാമൻ്റെ ജന്മസ്ഥലമായതിനാലാണ്. അതിനാൽ അദ്ദേഹത്തിൻ്റെ ശിശുരൂപം ക്ഷേത്രത്തിൽ സ്ഥാപിക്കണം. പക്ഷേ എന്തിനാണ് 5 വർഷം? ഹിന്ദുമതത്തിൽ 5 അതിൽ താഴെയോ പ്രായമുള്ള കുട്ടികളെ നിരപരാധികളായാണ് കാണുന്നത്. 5 വയസ്സ് തികയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളതായി കണക്കാക്കപ്പെടുന്നു. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പോലും ശ്രീരാമൻ്റെയും മറ്റ് ദൈവിക പുരുഷന്മാരുടെയും ബാല്യം അവർ 5 വയസ്സ് വരെ ആഘോഷിക്കുന്നു. അതിനാൽ 5-ാം വയസ്സിൽ ശ്രീരാമൻ്റെ വിഗ്രഹം സ്ഥാപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ രൂപത്തെ ചിത്രീകരിക്കുന്നതിനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 51 ഇഞ്ച് മാത്രം നീളം? 51 ഇഞ്ച് ആണ് നീളം. ഇന്നത്തെ ഇന്ത്യയിൽ 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് സാധാരണയായി 43 മുതൽ 45 വരെ ആണ് ഉയരമുള്ളത്. എന്നിരുന്നാലും ശ്രീരാമൻ്റെ കാലത്തെ ആളുകൾ പൊതുവെ ഉയരമുള്ളവരായിരുന്നു. 51 എന്ന ശുഭസംഖ്യയുമായി പൊരുത്തപ്പെടുന്നതിന് അതുകൊണ്ടാണ് വിഗ്രഹത്തിൻ്റെ ഉയരം 51 ഇഞ്ചായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് കറുത്ത നിറം? എന്തിനാണ് ഈ പ്രതിമ കരിങ്കല്ലിൽ നിർമ്മിച്ചതെന്നാണ് ചിലരുടെ മറ്റൊരു ചോദ്യം. രാംലല്ലയുടെ വിഗ്രഹം ശാലിഗ്രാം കല്ലിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് ഹിന്ദുമതത്തിൻ്റെ ദേവീദേവന്മാരുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഒരു വിശുദ്ധ കല്ലായി കണക്കാക്കപ്പെടുന്നു. ശാലിഗ്രാമങ്ങൾ കറുത്ത നിറമുള്ള മിനുസമുള്ള ഓവൽ കല്ലുകളാണ്. മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് വിഷ്ണുവിൻ്റെ വിഗ്രഹ രൂപമാണ് ശാലിഗ്രാം. ഇതൊരു തരം ഫോസിൽ കല്ലാണ്. പുണ്യനദിയുടെ അടിയിൽ നിന്നോ തീരത്തു നിന്നോ ആണ് സാധാരണയായി ശാലിഗ്രാം ശേഖരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ വിഗ്രഹം 74 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. 21 വർഷം മുമ്പ് രാംലല്ലയുടെ വിഗ്രഹം ബാബരി മസ്ജിദ് നിർമ്മിതിയിൽ സ്ഥാപിച്ചപ്പോൾ അത് 9 ഇഞ്ച് ഉയരവും അഷ്ടധാതുവിൽ നിർമ്മിച്ചതുമായിരുന്നു. 1949 ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്തെ ആദ്യമായി രാംലല്ലയുടെ പ്രതിമ പ്രത്യക്ഷപ്പെട്ടത്. ഇനി രാംലല്ലയുടെ വിഗ്രഹം നിർമ്മിച്ച ശില്പി ആരാണെന്നല്ലേ? പ്രശസ്ത ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത രാംലല്ല വിഗ്രഹം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി തിരഞ്ഞെടുത്തു. കർണാടക ശില്പിയാണ് അരുൺ യോഗിരാജ്. കർണാടകയിലെ പ്രശസ്ത ശില്പി അരുൺ യോഗിരാജ് കൊത്തിയെടുത്ത രാംലല്ല വിഗ്രഹമാണ് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുവാൻ പോകുന്നത്. അരുൺ യോഗിരാജ് കേദാർനാഥിൽ ആദിശങ്കരാചാര്യരുടെയും ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും പ്രതിമകളും നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ജോലിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. വിശ്രമമില്ലാതെ ജോലി ചെയ്തതിനാൽ അദ്ദേഹം കുടുംബത്തോടും കുട്ടികളോടും സംസാരിക്കാറ് പോലും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഈ വിഗ്രഹം 3 വിഗ്രഹമാണ് അങ്ങേരെ തീർത്തത്. അതിൽ ഈ രാംലല്ല ആണ് ക്ഷേത്ര ട്രസ്റ്റ് തിരഞ്ഞെടുത്തത്. കർണാടകയിലെ മൈസൂർ സ്വദേശിയായ പ്രശസ്ത ശില്പി അരുൺ യോഗിരാജാണ് കൃഷ്ണശിലയിൽ കൊത്തിയെടുത്തത് ഈ രാംലല്ലയുടെ വിഗ്രഹം. അദ്ദേഹം ഇതുകൂടാതെ കേദാർനാഥിൽ ആദിശങ്കരാചാര്യരുടെയും ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും പ്രതിമകളും നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നിഷ്ഠയോടുകൂടി വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 6 മാസം വിശ്രമമില്ലാത്ത
ശ്രമത്തിലാണ് ഈ വിഗ്രഹം കൊത്തിയെടുത്തത്. അദ്ദേഹം കുടുംബത്തോടും കുട്ടികളോടും പോലെ സംസാരിക്കാറില്ലായിരുന്നു. മൈസൂരിലെ ശില്പി അരുൺ യോഗിരാജ് കൊത്തിയെടുത്ത ശ്രീരാമ വിഗ്രഹം അയോധ്യയിലെ പ്രൗഢഗംഭീരമായ ശ്രീരാമ മന്ദിരത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനായി തിരഞ്ഞെടുത്തു. ഇത് സംസ്ഥാനത്തെ മുഴുവൻ രാമഭക്തന്മാരുടെയും അഭിമാനവും സന്തോഷവും ഇരട്ടിയാക്കി. ശില്പയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. രാംലല്ലയുടെ വിഗ്രഹം കാണാൻ കഴിഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും രാംലല്ലയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയ ഞാൻ വളരെ സന്തോഷവതിയായിട്ടിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ രാംലല്ലയുടെ വിഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇടാൻ സാധിച്ചതിൽ അത് എൻ്റെ ഭഗവാന്റെ കാരുണ്യമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ആരും മടിക്കേണ്ട. ഹരേ കൃഷ്ണ, ജയ് ശ്രീറാം.